ജീവിതം നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ളതുകൊണ്ട് എനിക്കിതിൽ സമ്മതമാണ് സർ. ഇവന് ജോലി കൊടുത്തതേ ആർക്കും പിടിച്ചിട്ടില്ല. നിങ്ങളുടെ ജീവൻ രക്ഷിച്ചു എന്നുള്ളത് കൊണ്ട് ക്ഷമിക്കാം. അത് ഇപ്പൊ അവന് നമ്മുടെ മോളെയും കൂടി കെട്ടിച്ചു കൊടുക്കാൻ പോകുന്നെന്നോ? നിങ്ങളുടെ തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ? അച്ഛാ, ഇവന്റെ കയ്യിൽ എന്തുണ്ട്? നമ്മുടെ കയ്യിൽ നിന്ന് ശമ്പളം വാങ്ങുന്ന ഒരുത്തൻ അവന് പല്ലവി കെട്ടിച്ചു കൊടുക്കാൻ പോകുന്നെന്നോ? ഐ എം വെരി മച്ച് ഡിസപ്പോയിന്റഡ് വിത്ത് യു. നാട്ടിൽ നമുക്കൊരു അന്തസ്സുണ്ട്. ഒറ്റ ദിവസം കൊണ്ട് അത് ഇല്ലാതാക്കരുത്. മതിയാക്കിക്കോ. എപ്പോ നോക്കിയാലും പണം പണം. 1000 കോടി കൊടുത്താലും അബിയെ പോലൊരു പയ്യനെ നമ്മുടെ പല്ലവിക്ക് കിട്ടില്ല. അതുകൊണ്ട് ഞാനൊരു കാര്യം ഉറപ്പിച്ചു കഴിഞ്ഞു. ഈ വീട്ടിലെ മരുമകൻ അബിയാണ്, ഒപ്പം എന്റെ അടുത്ത അനന്തരാവകാശിയും. അതുകൊണ്ട് ആരെങ്കിലും ഇനി അബിയെ പറ്റി മോശമായി സംസാരിച്ചാൽ ഈ വീടിന് പുറത്തായിരിക്കും സ്ഥാനം. ഇത്രയും പറഞ്ഞ ദേഷ്യത്തിൽ രവിചന്ദ്രൻ അവിടുന്ന് പോയി. അടുത്ത 6 മാസത്തിനുള്ളിൽ അവരുടെ കല്യാണം കഴിഞ്ഞു. തന്റെ മനസ്സിലുള്ള ആ കാരണം കൊണ്ട് അബി പല്ലവിയിൽ നിന്നും അകന്നു നിന്നു. പല്ലവിയും അവന്റെ അവസ്ഥ മനസ്സിലാക്കിയെന്നോണം അവനെ ഒന്നും ചോദിച്ച് ശല്യം ചെയ്യാൻ പോയില്ല. ഈ കാലയളവിൽ പല്ലവിയുടെ സഹോദരിയുടെ കല്യാണം വലിയൊരു കോടീശ്വരനുമായി നടന്നു. അപ്പോഴും അവൾക്കും മാലിനിക്കും അബിയോടും പല്ലവിയോടുമുള്ള ദേഷ്യത്തിനും പുച്ഛത്തിനും ഒരു കുറവുമില്ലായിരുന്നു. അബിക്ക് പല രീതിക്കും പല്ലവിയുടെ സഹോദരിയിൽ നിന്നും അപമാനം നേരിട്ടു. എന്നാൽ അവൻ അതെല്ലാം പല്ലവിക്കും രവിചന്ദ്രനും വേണ്ടി വീണ്ടും ക്ഷമിച്ചു. അങ്ങനെ ഒരു സന്ദർഭമാണ് ഇന്നും ഉണ്ടായത്. എന്നാൽ അന്ന് അങ്ങോട്ടേക്ക് എത്തിയ മന്ത്രി അഭിമന്യുവിനെ കണ്ട് അവനോട് വളരെ ഭവ്യതയിൽ സംസാരിച്ചു. അത് കണ്ട പല്ലവിയുടെ സഹോദരി ഒന്ന് ഞെട്ടി. അവൾ മുന്നോട്ട് വന്ന് മന്ത്രിയോട് ചോദിച്ചു, സർ, നിങ്ങളാ ഇന്നത്തെ ഇവിടുത്തെ ചീഫ് ഗസ്റ്റ്. നിങ്ങൾ ഈ പിച്ചക്കാരനോട് ഇത്ര ഭവ്യതയിൽ സംസാരിക്കുന്നോ? ഒരക്ഷരം നിങ്ങളാരും അഭിമന്യു സാറിനെ കുറിച്ച് മിണ്ടരുത്. ഇന്ന് ഞാൻ ഈ നിലയിൽ എത്താൻ കാരണം സാറാണ്. നിങ്ങളെല്ലാം എന്നോട് എന്ത് ബഹുമാനം കാണിക്കുന്നു, അതിന്റെ 100 ഇരട്ടി ബഹുമാനം അഭിമന്യു സാറിനോട് കാണിക്കണം. എന്നെ പോലെ എത്ര രാഷ്ട്രീയക്കാരെയും ബിസിനസ്മാൻമാരെയും വളരാൻ സഹായിച്ച ആളാണ് ഇദ്ദേഹം എന്ന് അറിയാവോ? അഭിമന്യു സാർ ഇന്നിങ്ങനെ ജീവിക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ എന്തോ കാരണമുണ്ട്. എന്താണോ ഇവിടെ നടക്കുന്നത്? അതാണ് സാറേ എനിക്കൊന്നും മനസ്സിലാവാത്തത്. വാ അഭിമന്യു സാർ, നമുക്ക് എന്റെ വീട്ടിലേക്ക് പോവാം. വന്നാലും സാർ. ഇത്രയും പറഞ്ഞ് മന്ത്രി അഭിമന്യുവിന്റെ കൈയും പിടിച്ച് മുന്നോട്ട് നടന്നു. അതേസമയം അബിയുടെ കണ്ണിൽ അതിരൂക്ഷമായി എന്തോ കത്തുന്നുണ്ടായിരുന്നു. ഒപ്പം അവൻ മനസ്സിൽ എന്തൊക്കെയോ ഉറപ്പിച്ച പോലെയായിരുന്നു. അവിടെ കൂടി നിന്നവരൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയതല്ലാതെ ആർക്കും ഒന്നും മനസ്സിലായില്ല. തന്റെ അമ്മയുടെ ചികിത്സയ്ക്ക് കാശില്ലാത്തതിന്റെ മുന്നിൽ ഒരു മന്ത്രി എന്തിനാണ് കൈകൂപ്പി നിന്നത്? അഭിമന്യുവിന്റെ വലത് കൈയിലെ ആ മറുകിന്റെ പുറകിലെ രഹസ്യം എന്തായിരിക്കും? രവിചന്ദ്രൻ എന്തിനായിരിക്കും പല്ലവിയുടെ കല്യാണം അബിയുമായി നടത്തിയത്? അബി എന്തുകൊണ്ടായിരിക്കും പല്ലവിയെ കല്യാണം കഴിച്ചത്? ഇത്രയും അപമാനങ്ങൾ നേരിട്ടിട്ടും അബി എന്തുകൊണ്ടായിരിക്കും താൻ ആരാണെന്ന് വെളിപ്പെടുത്താത്തത്? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം വേണ്ടേ?